എല്ലാവർക്കും നമസ്കാരം. സ്കൈവേഴ്സിൻ്റെ പുതിയ വീട്ടിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു 12 പീസിൻ്റെ ഒരു അടിപൊളി ഏടാവടം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തേക്കുന്നത് 9 സെൻറ്റിമീറ്റർ ലെങ്തിലുള്ള ഈ ഒരു പീസ് 3 സെൻറ്റിമീറ്റർ തിക്നെസ്സാണ് കൊടുത്തേക്കുന്നത്. അതിന് സെൻറ്ററിൽ നമ്മളൊരു 3 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ ഒരു 1.5 സെൻറ്റിമീറ്റർ താഴ്ച ഒരു ഗ്രൂ കൊടുക്കും. അതുപോലത്തെ 2 പീസാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ 15 സെൻറ്റിമീറ്ററിൻ്റെ പീസാണ് എടുത്തേക്കുന്നത്. 15 സെൻറ്റിമീറ്റർ പീസിൽ 3 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 സെൻറ്റിമീറ്റർ നമ്മൾ താഴോട്ട് ഒരു 1.5 സെൻറ്റിമീറ്റർ എടുത്ത് കളയും. അതിന് ശേഷം ഒരു 3 സെൻറ്റിമീറ്റർ നിർത്തും. അതിന് ശേഷം ഒരു 3 സെൻറ്റിമീറ്റർ ഒരു 1.5 സെൻറ്റിമീറ്റർ താഴ്ചയിൽ ഒരു പീസ് എടുത്ത് കളയും. ഇങ്ങനെ ഉള്ള 2 പീസും കൂടിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഓരോന്നോരോന്ന് കട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു 12 പീസോളം കിട്ടും. അപ്പം ഇത് ആദ്യം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇത് ഗ്രൂ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പോയിട്ട് അത് ഗ്രൂ എടുത്തുകൊണ്ട് വരാം. ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. 3 സെൻറ്റിമീറ്റർ നിർത്തി 3 സെൻറ്റിമീറ്റർ എടുത്ത് കളഞ്ഞു, 3 സെൻറ്റിമീറ്റർ നിർത്തി പിന്നെ 3 സെൻറ്റിമീറ്റർ എടുത്ത് കളഞ്ഞു. അതുപോലെ തന്നെ ചെറിയ പീസ് 3 സെൻറ്റിമീറ്റർ നിർത്തിയിട്ട് നടുക്ക് മാത്രം 3 സെൻറ്റിമീറ്റർ എടുത്ത് കളയാണ് ചെയ്തത്. 1.5 സെൻറ്റിമീറ്റർ താഴ്ചയാണ് നമ്മൾ എടുത്ത് കളയുന്നത്. ഇനി നമ്മൾ ചെയ്താൽ 3 സെൻറ്റിമീറ്റർ വെച്ച് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ആയിരിക്കും നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതിൽ നിന്ന് ഒരു പീസ് മാത്രം ഇച്ചിരി വ്യത്യാസമുണ്ട്. ഒരു സൈഡിൽ 3 സെൻറ്റിമീറ്ററും എല്ലാ പീസിൻ്റെ ഒരു സൈഡ് 3 സെൻറ്റിമീറ്ററും അപ്പർ സൈഡിൽ 3 സെൻറ്റിമീറ്റർ ആയിരിക്കും തിക്നെസ് നിർത്തിയേക്കുന്നത്. പക്ഷേ അതിനകത്ത് ഒരു പീസിന് മാത്രം നമ്മൾ 1.5 സെൻറ്റിമീറ്റർ തിക്നെസ് മാത്രം നിർത്തുകയുള്ളൂ. ഈ ഒരു പീസാണത്. ഇതിന് 1.5 സെൻറ്റിമീറ്റർ തിക്നെസ്സാണ് നമ്മൾ മുകളിൽ നിർത്തിയേക്കുന്നത്. ഒരു സൈഡിൽ 3 സെൻറ്റിമീറ്റർ തിക്നെസ് നമ്മൾ നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വ്യത്യാസമുള്ള ഒരു പീസ് എന്ന് പറഞ്ഞാൽ ഇത് ലോക്ക് പീസാണ്. ഇത് 1.5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു കനം മാത്രമാണ് അദ്ദേഹം നിർത്തിയേക്കുന്നത്. ബാക്കി മൊത്തം എടുത്ത് കളയാണ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പുറം വശം ഇതുപോലെ കോർണർ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ഒരു ചെറിയ ചായ വിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇട്ടിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് പോകാം. നമ്മുടെ കംപ്ലീറ്റ് കട്ടിങ്ങുകളും കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പെയിൻ്റ് അടിക്കുകയാണ്. ഇതിരിച്ചിരി കളറുള്ള ഒരു ഏടാവടാണ്. അത് ബ്ലാക്കും റെഡും കൂടിയാണ് വരുന്നത്. അപ്പോൾ നമുക്കതൊന്ന് അടിച്ചുകൊണ്ട് വരാം. ഇനി നമുക്ക് ഇതെങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ഈ ഒരു പീസ് എടുക്കുന്നു. അതിനുശേഷം ഇവിടെ ഒരു പീസ് വെച്ച് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു സൈഡ് ചെറുതും ഒരു സൈഡ് വലുതുമുള്ള പീസ് ഇവിടെ വെച്ച് കൊടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഒരു പീസ് വെച്ച് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 3 സൈഡിലുള്ള പീസ് ആദ്യം ഈ സെൻറ്ററിൽ വെച്ചിരിക്കുന്നു. അതിനുശേഷം അതിൻ്റെ പുറവശത്ത് ഈ റെഡ് പീസ് വെക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ ഈ സൈഡിൽ ഒരു പീസ് വെച്ച് കൊടുക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മളൊരു പീസ് വെച്ച് കൊടുക്കുന്നു. അതിനുശേഷം ഈ ഒരു 3 ഇതുള്ള വെട്ടുള്ള പീസ് ഇതിങ്ങനെ താഴോട്ട് വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് അകത്തോട്ട് നല്ല പ്രസ് ചെയ്ത് കയറ്റുന്നു. അതിനുശേഷം ഈ ഒരു പീസ് റെഡ് പീസ് ഇതിൻ്റെ പുറവശത്ത് വെച്ച് കൊടുക്കുന്നു. അതിനുശേഷമാണ് നമ്മൾ ലോക്കിൻ്റെ പീസ് കയറ്റുന്നത്. ഈ ഒരു പീസ് ആദ്യം നേരെ ഇങ്ങനെ വെച്ചിട്ട് നേരെ മുകളിലോട്ടാക്കുന്നു. നമുക്കത് ഇതുപോലെ ഗ്യാപ്പ് കിട്ടും. അപ്പോൾ ആ ഗ്യാപ്പിലോട്ട് നമ്മൾ ഈ ഒരു പീസ് കൂടെ പ്രസ് ചെയ്ത് കയറ്റുക. കറക്റ്റ് നേരെ പ്രസ് ചെയ്ത് അകത്തോട്ടാക്കിയിട്ട് നേരെ താഴോട്ടാക്കുക. അതിനുശേഷം നമ്മൾ ഈ ലോക്ക് പീസ് തിരിച്ച് വെക്കുക. തിരിച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സംഭവം റെഡിയായി. ഇതാണ് 12 പീസുള്ള ഏടാകുടം. അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പം ഇത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.